ഇളയാൾ. മോള് +2 പഠിക്കുന്നു, മോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു മോനൂടെ ഉണ്ട് 3ാം ക്ലാസ്സിൽ. അവൻ അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്, രാവിലെ വന്നു, അകത്തുണ്ട്. മകനെങ്ങനെയാ ഈ അച്ഛനോട് സഹായത്തിൽ അല്ലെങ്കിൽ ഈ പൂജാകാര്യങ്ങളിലൊക്കെ മകൻ എങ്ങനെയാണ്? അവന് ഭയങ്കര താല്പര്യമായിട്ട്, നല്ല താല്പര്യത്തിലാണ്. അവൻ രാവിലെ 4:30 ആകുമ്പോഴേ അച്ഛൻ്റെ കൂടെ ഇങ്ങ് പോരും. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവിടാം, കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവിടാമെന്ന് പറഞ്ഞാൽ വേണ്ട, ഞാൻ വെളുപ്പിനെ പൊക്കോളാം എന്ന് പറഞ്ഞ് ചായ മാത്രം കുടിച്ചുകൊണ്ട് വരുന്നതാണ്. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാവിലെ വരും, ചേട്ടൻ്റെ കൂടെ വരും. ഇവിടെ അവനെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായങ്ങളൊക്കെ ചെയ്യും. 10-11 മണിയാകും തിരിച്ച് വരുമ്പോൾ. കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ഒന്നുമില്ലാതെ ഇവിടെ നിൽക്കും സഹായത്തിന്. അർച്ചന, ജോയി, ബിജി, ജിതിൻ, രുദ്രപ്രിയ. ഇതിൻ്റെ ആ ഒരു ജീവിതചര്യകളും എല്ലാ ചിട്ടകളും എല്ലാം പാലിക്കാൻ മകൻ ഇപ്പോഴേ ശീലിച്ചു. അതെ, അവന് അതിനോടെന്തോ പ്രത്യേക ഒരു താല്പര്യമാണ്. ഞങ്ങൾ പഠിത്തത്തിന് കഴിഞ്ഞിട്ട് മതി, ഉപനയനം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞാലും അവന് ഉപനയനം പോലും കഴിഞ്ഞിട്ടില്ല. എങ്കിലും എപ്പോഴും ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം കൂടെ. മക്കളുടെ ഈ അഭിമാനം, അല്ലെങ്കിൽ മക്കൾക്കൊപ്പം നിന്ന് ഈ മക്കളുടെ ഒരു അഭിമാനമാണ് ഇപ്പോൾ അച്ഛൻ, അല്ലേ? അപ്പോൾ അതൊക്കെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമല്ലേ? എന്താ സംശയം? വളരെ ഒരു സംശയം വേണ്ട, അത് വളരെ സന്തോഷം, ഒരു അഭിമാനവും എല്ലാം എന്തൊക്കെയോ ഉള്ളത്. കുട്ടിക്കാലം മുതൽ ഇപ്പോൾ അച്ഛനോടൊപ്പം തന്നെയാണെന്നാണ് പറയുന്നത്. ഉണ്ട്, അവന് താല്പര്യമുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് രാവിലെ വിശേഷ ദിവസങ്ങളിലൊക്കെ എൻ്റെ കൂടെ ഇപ്പോൾ വരാറുണ്ട്. അച്ഛനോടൊപ്പം എപ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് രാവിലെ വരുന്നത്? രാവിലെ ഒരു 4:45-5 മണി. അപ്പോൾ അമ്മ പറയില്ലേ വേണ്ട, ഇനി ഇത്തിരി കിടന്ന് ഉറങ്ങ്, കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയില്ലേ? എപ്പോഴും പറയും. അപ്പോൾ മോനെന്താ പറയാ? ഞാൻ പറയും എനിക്ക് പോകണം, ഞാൻ പോകുന്നു പറയും. ഇവിടെ വന്ന് അച്ഛനെ എന്തൊക്കെ കാര്യങ്ങളിലാണ് സഹായിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? ചന്ദനം കൊടുക്കുമ്പോൾ ഓരോന്നൊക്കെ എടുത്ത് സഹായിക്കത്രേ. മോന് ഈ പൂജ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വശമാക്കിയോ? ഇപ്പോൾ ഈ പ്രായത്തിനിടയ്ക്ക് എന്തെങ്കിലും അച്ഛൻ്റെ എന്നൊക്കെ പറഞ്ഞു തന്നോ, അച്ഛൻ പറഞ്ഞു തന്നോ? ഇല്ല, പറഞ്ഞു തരും. അച്ഛനോട് ചോദിച്ചായിരുന്നോ? ചോദിച്ചായിരുന്നു. അച്ഛൻ അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞു തന്നെ? ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ള ഈ പൂജാവിധികൾ പുറത്ത് പറയാൻ പറ്റത്തില്ല, എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ? ഏകദേശം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ മേൽശാന്തിയായി ഇപ്പോൾ ശബരിമലയ്ക്ക് പോവുകയാണ്, മാളികപ്പുറം. മകന് സന്തോഷമല്ലേ? മോനും പോവില്ലേ? അപ്പം ഇനി കൂട്ടുകാരോടൊക്കെ പറയാം അല്ലേ, ഏറെ നാളായി കാത്തിരുന്ന അച്ഛൻ ഒരുപാട് നാളായി ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അച്ഛൻ അന്നൊന്നും ആ ഭാഗ്യം കിട്ടിയില്ല. ഇപ്പോൾ മാളികപ്പുറം മേൽശാന്തിയായിട്ട് ആ ഭാഗ്യം കിട്ടി. അത് മോന് സന്തോഷമല്ലേ? സന്തോഷം. അച്ഛനോടൊപ്പം പോകുന്നുണ്ട്.